അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇടയിൽ മൂന്ന് തരം ആൾക്കാരുണ്ട്. മൂന്ന് ടൈപ്പിലുള്ള ആളുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒന്ന്, സമൂഹത്തിൽ നല്ല മാന്യനായ ആളുകൾ. ഇത് കുട്ടിക്കാലം മുതലേ അവർ ആ രീതിയിൽ നല്ല ചിട്ടയോടുകൂടി വളർന്നു വരുന്ന ആളുകളാണ്. അവർ വളർന്നു വന്നു കഴിഞ്ഞ് കുട്ടിക്കാലം മുതൽ തന്നെ അവർ ആ ശീലങ്ങൾ വീട്ടിൽ നിന്ന് ഉള്ള ആ ചിട്ടയോടുള്ള പ്രവർത്തനങ്ങൾ, രാവിലെ എഴുന്നേൽക്കുക, അതുപോലെ തന്നെ പഠിക്കുക, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തല്ല അതിൻ്റെ ആ ഒരു ചിട്ടയോടുകൂടി അവരുടെ ജീവിതശൈലി തുടർന്ന് അവരിങ്ങനെ വളർന്നു വരുന്ന കുട്ടികളുണ്ട്. അവരുടെ മൈൻഡ് സെറ്റും അതിലുള്ള അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം വളരെയധികം ജീവിതത്തിൽ വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത ഒരു ജീവിത രീതിയായിരിക്കും അവർക്ക്. ജീവിതം എന്ന് വെച്ചാൽ മറ്റുള്ള രീതിയിലുള്ള ഒരു ഭയങ്കര ഒരു നന്നാവാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് സ്വാഭാവികമായിട്ടും ആ പഠിച്ചു വരുന്ന രീതിയിൽ തന്നെ അവർ വളർന്നു വരുന്ന അതേ ഒരു രൂപത്തിൽ തന്നെ അവർ വളർന്ന് അവർ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായി സമൂഹത്തിൽ അറിയപ്പെട്ട ആളുകൾക്ക് കുടുംബക്കാർ സ്നേഹിക്കുന്ന നാട്ടുകാർ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയായി അദ്ദേഹം വളർന്ന് വരിക എന്നുള്ളതാണ്. വളർന്ന് അദ്ദേഹം ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നു. രണ്ടാമത്തെ ഒരു ശൈലി എന്ന് പറയുന്നത് കുടുംബ പശ്ചാത്തലവും അങ്ങനെ ആയിരിക്കാം. ഇനി അല്ലെങ്കിൽ പോലും അവൻ്റെ കുട്ടിക്കാലം മുതലേ ജീവിതത്തിൽ നിന്ന് വളരെ മോശപ്പെട്ട വഴികളിലൂടെ കടന്നു വരുന്ന ഒരാളാണ്. അവിടെ ശരിക്ക് കുട്ടിക്കാലത്ത് നല്ലൊരു മാർഗനിർദ്ദേശം കൊടുക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ നോക്കാനോ ഒന്നും ഇല്ലാത്തതിൻ്റെ ആകാം. അതുപോലെ തന്നെ അവരുടെ മൈൻഡ് സെറ്റും അങ്ങനെയായി വരാനുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ തന്നെ എല്ലാവരും അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ മൊത്തത്തിൽ സമൂഹം പറയുന്ന കൊള്ളാത്തവൻ എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ മോശം ആളുകളാണെന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ രീതിയിലുള്ള ദുസ്വഭാവങ്ങളും അവർക്കുണ്ടാകും. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചും അവർക്കും വലിയ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ ആ ഇതിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാൾക്കാരാണ്. അവർക്ക് സമൂഹത്തിൽ നിന്നൊരു വില വേണം, അല്ലെങ്കിൽ സമൂഹം എന്നെ ബഹുമാനിക്കണം, സമൂഹം എന്നെ ആദരിക്കണം, എന്നെ നല്ലത് പറയണമെന്ന് അവരാഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിന് പ്രശ്നമില്ല എന്നൊരു രീതിയിലാണ് അവർക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നതിലാണ് അവർക്ക് അവരെ സന്തോഷം. അതാണ്. തെറ്റാണെങ്കിലും അവർക്ക് തെറ്റാണെന്നൊരു ബോധമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റ് ചെയ്യുന്നുണ്ട് ഒരു കുറ്റബോധമോ ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ, തെറ്റിലായി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് എന്താണോ തോന്നുന്നത് അത് അവർ ചെയ്യും. ചിലപ്പോൾ നല്ലതെന്ന് ചെയ്യും, ചിലപ്പോൾ മോശപ്പെട്ടു എന്തും ചെയ്യും. അവരുടേതായ രീതിക്ക് അവരാരും നമ്മൾ ഉപദേശിക്കാൻ പോയാൽ അവർക്കത് ഇഷ്ടവുമല്ല. ഇനി ഉപദേശം ചോദിച്ചിട്ട് അവരത് കേൾക്കത്തുമില്ല. അവർ പറയും, നീ നിന്റെ പണിക്ക് പോടെ എന്ന് പറയും. അപ്പോൾ നമ്മൾ നിനക്ക് മരിച്ചു വേണ്ടേ? എല്ലാവരും മരിച്ചു പോലെ ഞാനും മരിച്ചു, മരിക്കോളം എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന ഒരു നിലപാടിൽ ജീവിക്കുന്ന ആൾ. അവർക്ക് യാതൊരു വിധമായ ഒരു കമൻമെൻറ്റും ആരോടുമില്ല. അവരെ ജീവിതത്തെ അവർക്ക് ആരും ഉപദേശിക്കുന്ന ഇഷ്ടമല്ല, മാർഗനിർദ്ദേശം നൽകുന്ന ഇഷ്ടമല്ല. അവർക്ക് അവരുടേതായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരിങ്ങനെ പൊരുത്തപ്പെടാൻ, ഇനി എന്ത് സംഭവിച്ചാലും എന്ത് വിഷയം വന്നാലും അതൊക്കെ നമ്മൾ അനുഭവിച്ചോളാം എന്നൊരു മട്ടിൽ പോകുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല നന്നാവാൻ വേണ്ടിയിട്ട്. അവർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ആദ്യം പറഞ്ഞ വിഭാഗമാണെങ്കിലോ അവർ ആ ഒരു ചിട്ടയിൽ കൃത്യമായി വന്നതുകൊണ്ട് തന്നെ അവർക്കും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണം. കാരണം അവർ അതുമായി അങ്ങ് പൊരുത്തപ്പെട്ടു വരുന്നവരാണ്. കുട്ടിക്കാലം മുതലേ അതനുസരിച്ച് പൊരുത്തപ്പെട്ടു വരുന്ന ആളുകൾ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചും വളരെ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ട് വിഭാഗമായി. ഇനി ഇതിനിടയിൽ വലിയൊരു പ്രശ്നമുള്ള ആൾക്കാരാണ് കൂടുതൽ ആളുകളും ഇങ്ങനെയുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ. ഒന്ന്, ഈ ആദ്യം പറഞ്ഞ ആളെ പോലെ സമൂഹത്തിൽ മാന്യതയുള്ള നല്ലൊരു കുട്ടിയായി നല്ലൊരാളായി ആവണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർക്ക് ഈ രണ്ടാമത് പറഞ്ഞ ആളുകളുടെ പല സ്വഭാവങ്ങളും ഇവരിലുണ്ട്. പല മോശ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർക്ക് തന്നെ അറിയാം ഇതൊക്കെ മോശമാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല, എനിക്ക് നല്ല ആളാവണം, നല്ലവനാകണം, ഉദാഹരണം രാവിലെ എഴുന്നേൽക്കണം, പഠിക്കണം, അതുപോലെ തന്നെ മാതാപിതാക്കളെ പറയും പോലെ കേൾക്കണം, അവരെ അനുസരിക്കണം, അതുപോലെ നമുക്ക് നിസ്കരിച്ച് നല്ല ഖുർആനൊക്കെ ഓതി നല്ലൊരു ആളായി സമൂഹത്തിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാളായി മാറണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയുന്നില്ല. പലപ്പോഴും അതിന് സാധിക്കാതെ വരുന്നവരാണ് ആ വിഭാഗം. അവർ നല്ലോണം
സ്ട്രഗിൾ ചെയ്ത് മാത്രമേ അവർക്ക് നല്ലൊരു സ്വഭാവമുള്ള ഒരാളായി മാറാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ചില ആളുകൾ ഇങ്ങനെ അതിന് തന്നെ ആലോചിച്ചിട്ട് എനിക്ക് നന്നാവാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് നന്നാവാൻ പറ്റുന്നില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ തന്നെ അങ്ങ് ഇതായി പോകുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ രണ്ടാമത്തെ ഗണത്തിലേക്ക് വളരെ മോശപ്പെട്ട ആളായി മാറുന്ന അവസ്ഥ വരാറുണ്ട് അവർക്ക്. കാരണം ഇതിങ്ങനെ ചിന്തി നടക്കുന്നില്ല, എത്ര പരിശ്രമിച്ച് നടക്കാനും ഇനിയിപ്പോൾ എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും പിന്നെ ആയിക്കോട്ടെ എന്നുള്ളതിൽ അങ്ങനെ പോകും. പക്ഷെ എങ്കിലും അവർ മനസ്സ് ഈ നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ട്. അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്താണ് ആ മോശപ്പെട്ട രീതി ജീവിച്ചാലും അവരെങ്ങനെ അവരുടെ മനസ്സിനകത്ത് ഭയങ്കര സംഘർഷം ഉണ്ടാവും. എനിക്ക് നന്നാവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു എനിക്ക് നന്നാവണം, എന്നാലും ആ നന്നാവണം എന്നുള്ള ആ ഒരു കുറ്റബോധം ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അവന് മാനസിക സംഘർഷം നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ടായിരിക്കും അവരുടെ ജീവിതം. അതുപോലെ തന്നെ മറ്റേ നമുക്ക് നന്നാവണം എന്ന് പറഞ്ഞുകൊണ്ട് കഠിന പരിശ്രമം ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ആ രീതിയിലേക്ക് കഠിന പരിശ്രമം ചെയ്ത് അവരുടെ കഠിന പരിശ്രമം മൂലം അവർ നല്ലൊരു വ്യക്തിയായി മാറാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ മൂന്നാമത്തെ വിഭാഗം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മുടെ ജനനമാണ്. ഈ ജനനം എന്ന് പറയുന്നത് നമുക്ക് ആരുടെ മകനായി ഏത് കുടുംബത്തിൽ ജനിക്കണം എന്നുള്ളത് നമ്മളാരും തീരുമാനിക്കുന്ന കാര്യമല്ല. അത് ദൈവഹിതമാണ്. അള്ളാഹു തീരുമാനിച്ച ഒരു വ്യക്തിയുടെ മകനായിട്ട് മാത്രമേ നമുക്ക് ജനിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കതിനകത്ത് യാതൊരു ഇടപെടലുകളും നടത്താൻ സാധ്യമല്ല. ഇവിടെ ജനിച്ചു പോയതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ വാപ്പ ഇത് അല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇതല്ലായിരുന്നെങ്കിൽ, എൻ്റെ അച്ഛൻ അംബാനി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യൂസഫ് അലിയുടെ മകനായി എനിക്ക് ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വലിയൊരു പണ്ഡിതൻ്റെ മകനായി ജനിക്കാൻ പറ്റിയിരുന്നു എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആരെ മകനായി ജനിച്ചു അത് ദൈവഹിതമാണ്. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ എവിടെ ജനിച്ചു എന്നതിനെക്കുറിച്ചു, അല്ലെങ്കിൽ അത് കുടുംബത്തിൽ ജനിച്ചതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ നന്നാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ഇത്. അപ്പം ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ ജനിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ആരും പറയരുത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം യൂസഫ് അലിയുടെ മകനായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നും ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എവിടെ ജനിക്കണം എന്നുള്ളത് ദൈവഹിതമാണ്, ദൈവനിശ്ചയമാണ്. അതനുസരിച്ചാണ് നമ്മൾ ജനിക്കുക. മറ്റൊന്ന്, നമ്മുടെ മരണവും അതുപോലെ തന്നെയാണ്. നമ്മുടെ മരണം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കുന്നത് പോലെയല്ല. നമുക്ക് അല്ലെങ്കിൽ എനിക്കൊരു 50 വർഷം അല്ലെങ്കിൽ 1000 വർഷം എനിക്ക് ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 100 വർഷം ജീവിക്കണം. അത് നമ്മുടെ ഏത് സമയത്താണ് നമ്മളെ മരണമെന്നും എവിടെ വെച്ചാണെന്നും മരണമെന്നും നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പം അത് റബ്ബിന് മാത്രം, നമ്മളെ സൃഷ്ടിച്ച റബ്ബിന് മാത്രമേ നമ്മൾ എവിടെയാണ് മരിക്കുന്നത്, ഏത് രാജ്യത്ത് വെച്ചാണ് എന്നും ഒക്കെ അറിയുന്നത് റബ്ബാണ്. അപ്പം നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് മരണത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ഇടപെടലുകൾ നടത്താൻ നമുക്ക് സാധ്യമല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഓക്കെ. ഇനി മറ്റൊന്ന്, മൂന്നാമതായ ഒന്ന്, നമുക്ക് ഉള്ള ജോലി. നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് പല ആളുകളും പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം നല്ല ശമ്പളം വാങ്ങി നല്ല സുഖത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അത്ര നല്ലതിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പല രീതിയിലുള്ള ജോലികളുള്ളൂ. ഇപ്പം ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയാണ് നിലവിൽ എനിക്കുണ്ടെങ്കിൽ, മറ്റൊരാൾ നല്ല സുഖകരമായ രീതി നല്ല ശമ്പളമൊക്കെ ഉള്ള ഒരു ജോലിയാണ് മറ്റൊരാൾക്കുണ്ടെങ്കിൽ, ഞാൻ അതിനെ ആലോചിച്ചിട്ട് അവരെ ജോലിയെ ആഗ്രഹിച്ച് ഞാൻ എങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും കിട്ടേണ്ട ജോലിയെ അത് ദൈവഹിതമാണ്, ദൈവനിശ്ചയമാണ് നമുക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ജോലി, നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയെ നമുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അത് നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നാലും, നമുക്ക് എത്ര കഴിവുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ അനുഭവം നമുക്കുണ്ട്, എത്രയോ കഴിവുള്ള ആളുകൾ ഇവിടെ തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ UAE-ലാണ് ഞാൻ പറയുന്നത്. പല ആളുകളും പല സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, ഒരു ജോലിയില്ല. അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റും ഇല്ല, അതൊരു വിദ്യാഭ്യാസം ഇല്ല. അത് എത്ര ആളുകൾ നല്ല നല്ല പോസ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളൊരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു ദൈവഹിതമാണ്. അതായത് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് കിട്ടാത്തൊരു ജോലീൻ്റെ പേരിൽ നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, നമ്മൾ വിവാഹം കഴിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയായി വരുന്ന ആൾ, അത് ഭാര്യയായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ജീവിത പങ്കാളിയായി വരുന്ന ആൾ നമ്മൾ വിചാരിക്കും നമുക്ക് തിരഞ്ഞെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല.
നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പല ആളുകളെയും ഇപ്പം കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എത്ര പേരെ കണ്ടിട്ടായിരിക്കും ഒരാളെ കിട്ടുന്നത്. അപ്പം ഒരാൾ ആ കെട്ടുന്ന ആ വിവാഹം നമ്മളെ പങ്കാളിയായി വരുന്ന ആളെ കാണുമ്പം നമുക്കും അവർക്കും അങ്ങോട്ട് പരസ്പരം രണ്ടുപേർക്കും ഒരു മാനസിക പൊരുത്തം തോന്നുന്നതാണ്. അത് ദൈവം നമുക്ക് ഇട്ട് തരുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് ദൈവ നിശ്ചയമാണ്. അപ്പോൾ ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുമ്പം അവൻ്റെ ഇണകളെയും അവർ സൃഷ്ടിക്കും, അല്ലെങ്കിൽ അള്ളാഹു അവനെ മുൻകൂട്ടി എല്ലാ ഇണകളെയും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. അപ്പോൾ കിട്ടിയ ഇണയിൽ സന്തോഷവാനായി കഴിഞ്ഞു പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടിയത് കെട്ടിയ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കുറവായിപ്പോയി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിന് മറ്റുള്ളവരാലോചിക്കും, അവനിക്ക് വേറൊരുത്തം കെട്ടിയത് അവനക്ക് നല്ല സുന്ദരിയായ ഭാര്യയെ കിട്ടി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയേക്കാൾ സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയേക്കാൾ സ്വത്തുണ്ട്, മുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെങ്ങനെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു തീരുമാനം എടുക്കുക, നമ്മൾ നന്നാവാൻ തീരുമാനിക്കുക. ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നന്നാവാൻ തീരുമാനിക്കുക. അത് മാത്രമല്ല, ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം, നമ്മൾ ജനനത്തിൻ്റെ സമയത്ത് ഇവിടെ കൈയില്ലാതെ ജനിക്കുന്നവരുണ്ട്, കാലില്ലാതെ ജനിക്കുന്ന വികലാംഗരായി അംഗവൈകല്യങ്ങളൊക്കെ ഉള്ളവരായി ജനിക്കുക, മന്ദബുദ്ധികളായി ജനിക്കുന്നവരുണ്ട്, പല രീതിയിലുള്ള ജനിക്കുന്നുണ്ട്. അവർ ആരോടും ദൈവത്തിന് യാതൊരു വിധമായ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല അവരങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്നത്. അപ്പം എന്താണോ ദൈവഹിതം അതാണ് ഇവിടെ നടക്കുക. അപ്പം ദൈവ നിശ്ചയപ്രകാരമാണ് നമ്മൾ ജനിക്കുന്നത്, നമ്മൾ മരിക്കുന്നത്, നമുക്കൊരു ജോലി ലഭിക്കുന്നത്, നമുക്കൊരു പങ്കാളിയെ ലഭിക്കുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളായി വളരാൻ ശ്രമിച്ചാൽ നമുക്ക് വളരാൻ പറ്റും. നമ്മൾ ഒന്നിനെക്കുറിച്ചും പ്രയാസപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ നമുക്ക് ലഭിച്ചത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതിന് അറബിയിൽ അൽ ഖനാഅത്തു യക്ഫി, നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഏതാണോ നമുക്ക് ലഭിച്ചത് അതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലാണ് നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത്, ജീവിതത്തിന് സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിജയം. അല്ലാതെ നമ്മൾ കൂടുതൽ സമ്പന്നനായിരിക്കുക എന്നുള്ളതല്ല നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഒരു വിജയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ മോട്ടിവേഷനൊക്കെ ഇഷ്ടംപോലെ കിട്ടും, നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, നമുക്ക് കോടീശ്വരനാവാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡെവലപ്പ്, അങ്ങനെ കുറേ മോട്ടിവേഷനൊക്കെ കിട്ടും. ഈ മോട്ടിവേഷനൊക്കെ കേട്ടുകൊണ്ട് മാത്രം മോട്ടിവേഷൻ നമ്മൾ അതിലേക്ക് എത്തില്ല. മനസ്സിലായി? നമുക്കൊരു ദൈവഹിതമുണ്ട്, നമുക്ക് പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. എത്തിക്കുക എന്നുള്ളതും ദൈവഹിതമാണ്. നമ്മൾ എല്ലാ രീതിയിലും പരിശ്രമിക്കുക എന്നുള്ള പരിശ്രമം എന്നുള്ളത് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു യുദ്ധം കഴിഞ്ഞ് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്, നമ്മൾ ഏറ്റവും വലിയ യുദ്ധം ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധമാണ്. അതായത് നമ്മൾ ശരീര ഇച്ഛകൾക്ക് വഴിപ്പെടാത്ത രീതിയിൽ ശരീരം നമ്മളെ പലതിലേക്കും ഇങ്ങനെ മോഹിപ്പിക്കും. അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പലതിലേക്ക് നമ്മളിങ്ങനെ മനസ്സ് കൊണ്ടുപോകും. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മളെ മനസ്സിൽ നമുക്ക് നന്മയിലേക്ക് ക്ഷണിക്കും. മനസ്സ് നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മളെ ശരീരം മോശത്തിലേക്ക് ക്ഷണിക്കും. അപ്പോൾ നമ്മൾ നന്മയിലേക്ക് പോകാനുള്ള ഒരു കരുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, മനസ്സിന് നമുക്കൊരു കരുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ മൂന്നാമത് പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചുള്ളത്. അപ്പം നമ്മൾ തെറ്റിൽ നിന്നും മാറി നിന്ന് നല്ലവനായി പോകണമെങ്കിൽ ആദ്യം നമ്മളൊരു തീരുമാനത്തിലെത്തണം. തീരുമാനം നല്ല ഉറച്ച തീരുമാനമായിരിക്കണം. ഞാൻ എന്തായാലും നന്നാവാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു ഉറപ്പെടുത്തിയ ശേഷം ഇങ്ങനെയുള്ള ആൾ ഒരു യുദ്ധത്തിനിറങ്ങും പോലെയാണ്. അപ്പം എന്തും സഹിക്കാൻ തയ്യാറായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ പരിശ്രമിച്ചു, ഒരു ദിവസം നമ്മൾ നോക്കി ഒന്ന് വിജയിച്ചു, രണ്ടാമത്തെ ദിവസം പിന്നെ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. ഇപ്പോൾ ഉദാഹരണം സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കണമെന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റു, രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ ഉറങ്ങിപ്പോകും, പക്ഷെ വിട്ടുകളയരുത്. മൂന്നാമത്തെ ദിവസം നമ്മൾ വീണ്ടും പരിശ്രമിക്കണം, അതിനെ മറികടക്കാൻ, ഉറങ്ങാതിരിക്കാൻ, എഴുന്നേക്കാൻ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു ഏൽപ്പിക്കുക, അലാറം വയ്ക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാരണങ്ങൾ കൊണ്ട് എന്തായാലും ഞാനത് ചെയ്യും എന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നല്ലൊരു വ്യക്തിയായിട്ട് നല്ലൊരു സ്വഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തിക്കും മാനസിക സംഘർഷമില്ലാതെ വലിയ സ്ട്രഗിൾ ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞ വ്യക്തിക്കും വലിയ സ്ട്രഗിൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം ഈ മൂന്നാമത് പറഞ്ഞ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ആളിനെ അവർക്കാണ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ
ആ രണ്ടാമത് പറഞ്ഞ വ്യക്തിയിലേക്ക് പോയി പെട്ടാൽ തന്നെ നമുക്ക് മാനസികമായി ഭയങ്കര പ്രയാസത്തിലായിരിക്കും നമ്മൾ ഇങ്ങനെ പോവുക. കാരണം നമ്മൾ തെറ്റിലായി ഇങ്ങനെ പോവുകയും ചെയ്യുന്നു, എന്നാൽ നമുക്ക് നന്നാവാൻ പറ്റുന്നില്ല എന്നൊരു കുറ്റബോധം നമ്മളെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ പിന്തുടരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു അങ്ങനെയുള്ള ആളുകൾ, ഇപ്പം നമ്മൾ ഇത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മൾ ആദ്യം തീരുമാനിക്കുക. ആദ്യം പറഞ്ഞ കൂട്ടത്തിലാണോ ഉള്ളത്, രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലാണോ ഉള്ളത്, ഇപ്പോൾ മൂന്നാമത് പറഞ്ഞതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന കൂട്ടത്തിലാണോ ഉള്ളത് എന്ന് ആദ്യം നമ്മൾ